ഇന്ന് ജിഷാമിസിന്റെ ക്ലാസ് അല്ലേ? അതേം തോന്നടാ, ഇതുവരെ മാമു വന്നില്ല. അശ്വതി മാമല്ലേ? അശ്വതി മാമാണോ? ശരണ്യ ടീച്ചർ അല്ലേ? അശ്വതി മാമാന്ന് തോന്നുന്നുണ്ട്. അശ്വതി ഇന്ന് മിസ് കെമിസ്ട്രി തന്നെ അല്ലേ? 7th അശ്വതി മാം. യൂണിറ്റ് ആയിട്ടേക്കുന്നെ. അശ്വതി മിസിന്റെ ക്ലാസ്. PDF ഇട്ടിട്ടുണ്ടല്ലോ, മാമു വന്നില്ലേ? മാം ആയിരിക്കില്ല ഇട്ടേക്കണെ, അതാണ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ആരെങ്കിലും പ്രെയർ പ്രിപ്പയർ ചെയ്തെന്ന് വന്നിട്ടുണ്ടോ? പ്രെയർ വയ്യായിക മാറിയോ? വയ്യായിക ഓക്കെ ആയിട്ട് വരുന്നു, സ്റ്റേബിൾ ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, മുമ്പത്തേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ മാം. പ്രയർ പാടിയോട്ടെ? ആ. രമ്യ സ്റ്റാർട്ട് ചെയ്തോളൂ പ്രെയർ. Okay, ma'am. Oh, Mother Nature, you wake us every day. Through chirping of birds, you gave us the air to live, the water for our thirst, and fill our stomach with your love and care. May the God give us the strength and knowledge to protect our mother from all the odds. Thank you, ma'am. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നിർത്തിയത് എന്തായിരുന്നു? നമ്മള് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചിട്ടാണല്ലേ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? പറഞ്ഞത് ഓർമ്മ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതൊക്കെയായിരുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നേ? തൈറോയിഡ്, ഡയബറ്റിക്സ്, പിന്നെ Heart disease, റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്, thyroid, cancer. PCOD, PCOS, liver hypertension, obesity, cholesterol, fatty liver cirrhosis, liver cirrhosis, thyroid. ഓക്കെ. അപ്പൊ നമ്മള് അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതൊക്കെ ഓർമ്മയില്ല എല്ലാവർക്കും? ഓക്കെ. നമ്മൾ പിന്നെ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇമ്മ്യൂണിറ്റി തുടങ്ങിയില്ലായിരുന്നു, ഡിസീസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഡിസീസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞോളൂ അല്ലെ? അപ്പൊ ഞാനിനി പറയാൻ പോണത് ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോ ഞാൻ പറയാം, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പൊ ഇമ്മ്യൂണിറ്റി ആണ് പറയുന്നത് കേട്ടോ. ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെന്റ് ആൻഡ് ഡിസ്ട്രോയ് പാത്തോജൻസ് ദാറ്റ് ഹാവ് എന്റേർഡ് ദ ബോഡി. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ദ എബിലിറ്റി ഓഫ് ദ ബോഡി, the ability of the body to prevent and destroy ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞേ. പറയാം. ദ എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കഴിവ് അല്ലേ? ഏത് യൂണിറ്റിലെന്നൊന്ന് പറയോ? ഇത് യൂണിറ്റ് 7 ഹെൽത്ത് കെയർ ആണ് കേട്ടോ. യൂണിറ്റ് 7 ഹെൽത്ത് കെയർ. ഓക്കെ.
അപ്പൊ ഒന്നുകൂടി പറയാം കേട്ടോ. ദ എബിലിറ്റി ഓഫ് ദ ബോഡി to prevent and destroy pathogens എന്ന് പറഞ്ഞാൽ എന്താ? രോഗാണുക്കൾ കേട്ടോ. പാത്തോജൻസ് സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? PATHOGENS പാത്തോജൻസ് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താ പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ രോഗാണുക്കൾ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ രോഗം വരുത്തുന്ന. അതിപ്പോ ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗൽ ആവാം, അങ്ങനെയുള്ള ധാരാളം തരം പാത്തോജൻസ് ഉണ്ട്. ഓക്കെ, രോഗാണുക്കളെയാണ് നമ്മൾ പാത്തോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പാത്തോജൻസ് വരെ എഴുതിയോ? യെസ് മാം. that have entered the body. ഓക്കെ, അപ്പോ ഇതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇതെല്ലാവരും എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. എഴുതിയെടുത്തില്ല എല്ലാവരും? ഇമ്മ്യൂണിറ്റി എന്താണ്? ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താ? പ്രതിരോധ ശേഷിയാണ് നമ്മള് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സജ്ജന ഒന്ന് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പ്രതിരോധ ശേഷിയാണ്. അതായത് രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കൂടി പറയാം, നോട്ട് എഴുതിയ കേട്ടോ. അതായത് രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയോ മാം? ഒന്നുകൂടി പറയണോ? ഓക്കെ, രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഇമ്മ്യൂണൈസേഷൻ. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എന്താ? ഇമ്മ്യൂണൈസേഷൻ ആണ്. ഓക്കെ, ഇമ്മ്യൂണൈസേഷൻ അഥവാ എന്താ? ഇമ്മ്യൂണൈസേഷന്റെ മലയാളം എന്താ വരിക? വാക്സിൻ. വാക്സിൻ അല്ലെ? ഓക്കെ, വാക്സിനേഷൻ. പ്രതിരോധവൽക്കരണം അല്ലെ, കുത്തിവയ്പ്പുകളാണ് എന്ത് പറയുന്നത്? ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യാം. Immunizations that give the body an artificial ability മാം, ഈ ഇമ്മ്യൂണൈസേഷന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു. ഇമ്മ്യൂണൈസേഷന്റെ സ്പെല്ലിംഗ് IMMU NAI ZDA TIONS.
ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഇമ്മ്യൂണൈസേഷൻ പറയാം കേട്ടോ. ഇമ്മ്യൂണൈസേഷൻ ദാറ്റ് ഗിവ് ദ ബോഡി ആൻ ആർട്ടിഫിഷ്യൽ എബിലിറ്റി ടു ഫൈറ്റ് ഡിസീസസ്. ഓക്കെ ഓക്കെ, Will to the body എന്നാണോ give the body എന്നാണോ കേട്ടില്ലേ മാഡം? ഗിവ് ദ ബോഡി എന്നാണ് കേട്ടോ. GIVE, ഗിവ് ദ ബോഡി ആൻ ആർട്ടിഫിഷ്യൽ എബിലിറ്റി ടു ഫൈറ്റ് ഡിസീസസ്. ഓക്കെ, അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ശരീരത്തിന് കൃത്രിമമായിട്ട് കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവെപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇമ്മ്യൂണിറ്റി പറഞ്ഞു അല്ലെ. അതായത് നമ്മുടെ ശരീരത്തിന് സ്വതവേ എന്തുണ്ട്? ഒരു കഴിവുണ്ട്. അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഒരു കഴിവുണ്ട്. ഓക്കെ, ആന്റിബോഡീസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാല് നമ്മുടെ ശരീരത്തിനകത്തേക്ക് വാക്സിൻ മുഖേന നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബോഡിക്ക് കൃത്രിമമായിട്ട് കഴിവ് നേടിക്കൊടുക്കുന്നതാണ് എന്ത്? ഇമ്മ്യൂണൈസേഷൻ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇമ്മ്യൂണിറ്റി പറഞ്ഞാല് നമ്മുടെ ശരീരത്തിനുള്ള ഒരു കഴിവാണ്. ഓക്കെ, എല്ലാ ആളുകളിലും കേട്ടോ. ഓക്കെ, ഇനി ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ കൊറോണ ഒക്കെ വന്ന ആ ഒരു സീസണില് എന്താണ്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കോവിഷീൽഡും കോവാക്സിനും ഒക്കെ തന്നത് അല്ലെ. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത്, അതായത് കൊടുക്കുക ചെയ്യുന്നത്. മറ്റേത് നമ്മുടെ ശരീരത്തിന് ഉള്ള കഴിവിനെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും? അതായത് ചില സബ്സ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഈ പ്രതിരോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചില സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നതാണ് എന്ത്? വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ചില സബ്സ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. Substance used for artificial immunity called vaccine. Okay, called vaccine. Substance used for artificial immunity. Substance used for artificial ഇത് ഇമ്മ്യൂണൈസേഷന്റെ ബാക്കിയാണോ? അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് മോളെ. ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. ഞാൻ കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് അയച്ചിട്ടുണ്ട്. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഒന്ന് ചോദിക്കട്ടെ, ഏത് ഏജ് മുതലാണ്, അറ്റ് വാട്ട് ഏജ് ഇസ് ദ പോളിയോ വാക്സിൻ ഗിവ് ടു ചിൽഡ്രൻ? എത്ര വയസ്സ് തുടങ്ങിയ കുട്ടികൾക്ക് നമ്മൾ പോളിയോ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത്? എത്ര വയസ്സ് വരെയാ കൊടുക്കുന്നത് പോളിയോ വാക്സിൻ കുട്ടികൾക്ക്? 5 വയസ്സ് വരെ. 5 വയസ്സ് വരെ. 5 വയസ്സ് വരെ. ഓക്കെ, അപ്പോ എത്ര ടൈം കൊടുക്കുന്നുണ്ടാവും അത്? 5 വയസ്സ് വരെ എത്ര ടൈംസ് ആക്കിയാണ് അത് കൊടുക്കുന്നത് കുട്ടികൾക്ക്? 2 തുള്ളി വീതമാണ് കൊടുക്കുന്നത്. 2 തുള്ളി വീതം കൊടുക്കും. ഓക്കെ, എത്ര ടൈം? അങ്ങനല്ലേ വർഷത്തില് 2 പ്രാവശ്യം. ഞാൻ ഉദ്ദേശിച്ചത് 5 വയസ്സ് വരെ എത്ര പ്രാവശ്യമാണ് കൊടുക്കുന്നത്? 7 പ്രാവശ്യം കൊടുക്കുന്നുണ്ട് വർഷത്തില് 2 പ്രാവശ്യം. അപ്പോൾ
7 times കേട്ടോ, 7 പ്രാവശ്യം കൊടുക്കുന്നത് കുട്ടിക്ക് കേട്ടോ. 7 പ്രാവശ്യമാണ് കുട്ടിക്ക് എന്ത് കൊടുക്കുന്നത്, പോളിയോ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്നുകൂടെ പറയുമോ? അതായത് 5 വയസ്സ് വരെയാണ് കുട്ടിക്ക് എന്ത് കൊടുക്കുന്നത്, നമ്മള് പോളിയോ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 5 വയസ്സ് വരെയുള്ള കാലയളവില് 7 പ്രാവശ്യമായിട്ടാണ് എന്ത് കൊടുക്കുന്നത്, കുട്ടിക്ക് പോളിയോ നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ഇമ്മ്യൂണിറ്റി പറഞ്ഞു, നമ്മള് ഇമ്മ്യൂണൈസേഷൻ പറഞ്ഞു, വാക്സിൻ പറഞ്ഞു, എന്താ ഒരാളൊന്ന് പറഞ്ഞേ. പറയട്ടെ മിസ്. ആ പറഞ്ഞു. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ the ability of the body to prevent and destroy pathogens that have entered to the body. മലയാളം പറഞ്ഞോ? വെരി ഗുഡ്, പറഞ്ഞോളൂ. Immunization എന്ന് പറഞ്ഞാൽ immunization that give the body an artificial ability to fight diseases. And substance used for artificial immunity called vaccine. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പോളിയോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് എഴുതിയെടുക്കോ കേട്ടോ. അറ്റ് വാട്ട് ഏജ് is the polio vaccine given to children? ഒന്നോട്ട് പറയാം. At what age is the polio vaccine given to children? എത്ര വയസ്സ് വരെ കൊടുക്കുന്നേ കുട്ടിക്ക്? 5 വയസ്സ് വരെ. 5 years old. ഓക്കെ. പോളിയോ വാക്സിൻ കഴിഞ്ഞ എന്തായിരുന്നു? പോളിയോ വാക്സിൻ given to children. ഓക്കെ, 5 years കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. How many times to give polio drops? To give 7 times. 7 times. To give polio drops കേട്ടോ. To give polio drops. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ മാം. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഇമ്മ്യൂണൈസേഷൻ നമ്മളിപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് എഴുതിയിട്ടില്ല. എന്താ ഒന്നുകൂടി പറയോ? എന്താ അറിയണ്ടേ? എന്താ പറയണ്ടേ? ഇതാണോ ലാസ്റ്റത്തെ ലൈൻ ആയിരിക്കും പോളിയോ ഡ്രോപ്സിന്റെയോ? How many times to give polio drops? അത്രേ ഉള്ളൂ കേട്ടോ. How many times to give polio drops? 7 times. ഓക്കെ, വല്ലല്ലോ മാം പറഞ്ഞതല്ലേ? എന്താ PDF കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് PDF-ലുള്ളതല്ലല്ലോ മാം നേരത്തെ പറഞ്ഞു. കേട്ടോ, PDF തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഇൻട്രോ ആയിട്ട് പറഞ്ഞതാണ് ഇത്തരം കാര്യങ്ങള്. ഓക്കെ, PDF ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാ നിങ്ങൾ ഹെൽത്ത് കെയർ കേട്ടോ, യൂണിറ്റ് 7 ഹെൽത്ത് കെയർ. അതിനകത്ത് ഫസ്റ്റ് 1 ഇമ്മ്യൂണൈസേഷൻ. ഫസ്റ്റ് ഡിഫ്തീരിയ.
കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. ലിജു? ആർക്കും ഇല്ലേ? പറ്റുന്നുണ്ട്. കാണുന്നുണ്ട് മാം. കാണുന്നുണ്ട്. ഓക്കെ, എന്നാ വായിച്ചോളൂ കേട്ടോ. ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്താൽ മതി. ഈ ഒരു പാരഗ്രാഫ് മാത്രം. ഏതാ? ഡിഫ്തീരിയ, ടെറ്റനസ്. ടെറ്റനസ്. ഓരോരുത്തർ വായിക്കാനാണോ? ഞാൻ വായിക്കട്ടെ? അല്ല എല്ലാവരും മതി. ഇതാ മതി. ഒന്നും കാണാൻ വയ്യ. ഒന്നും കാണാൻ പറ്റുന്നില്ല. സ്ക്രീൻ പോയി മാം, കാണുന്നില്ല. കാണാൻ പറ്റുന്നില്ല മാം. മാം സ്ക്രീൻ പോയി. മാം ഒന്നും കാണുന്നില്ല. മാം സ്ക്രീനിലൊന്നും കാണാൻ വയ്യ. സിസ്റ്റം ഡിസ്കണക്ട് ആയേക്കുക. മാം ലെഫ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സാം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാമിനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാവോ? വീണ്ടും ചെയ്യണ്ടേ? ചെയ്തു. ഹലോ, എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടോ? എനിക്ക് ഒരു പ്രാവശ്യം പോലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹലോ, ഒരു പ്രാവശ്യം നമ്മൾ എക്സാം വാട്സപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും ഗ്രൂപ്പായിട്ടുണ്ടോ? ഹലോ, ഞാൻ പറയുന്ന ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എനിക്ക് ഇതുവരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ രണ്ട് പ്രാവശ്യം അതെപ്പോ വേണമെങ്കിലും ചെയ്യാട്ടോ. മെയിലിൽ ഉണ്ടാവുമല്ലോ. ക്ലാസ് റൂമിൽ ഉണ്ടാവും. ഇല്ല, ക്ലാസ് റൂമിൽ എനിക്ക് വന്നിട്ടില്ലല്ലോ. ഹലോ, റൂമിലുണ്ട്. ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്യാം. ഹലോ, ഇപ്പൊ വന്ന ലിങ്ക് അതിന്റെയാണോ? ആരെങ്കിലും ഒരാള് പറയാട്ടോ. ഏത് ലിങ്ക്? ഹലോ, ഞാൻ ലക്ഷ്യാണ്. ഇപ്പൊ മെസ്സേജിൽ വന്നല്ലോ. ഇവരൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മെസ്സേജിൽ വന്ന ലിങ്ക്. ക്ലാസ് റൂമിലാണ് എക്സാമിന്റെ വിട്ടിരിക്കണത് ക്വസ്റ്റ്യന്. അതെനിക്ക് ഒന്നുപോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ ആരെങ്കിലും? അത് ഓപ്പൺ അതെന്താ ക്ലാസ് റൂം ആപ്പിലെ നോട്ടിഫിക്കേഷനിലെ ഓപ്പൺ ആവുന്നുണ്ടോ? ഇല്ല, ഞാൻ നോക്കി. എനിക്ക് ക്ലാസ് റൂമിൽ വരുന്ന പറഞ്ഞു, പക്ഷെ ഇത് അതിൽ വന്നിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്. അത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആര് സംസാരിക്കുന്നത് മനസ്സിലാവില്ല. മഴ കാരണേ മെസ്സേജ് ആയിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴേ ക്ലാസ് റൂം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു 2-3 ലൈൻ ഇങ്ങനെ കണ്ടിട്ടില്ലേ? അതിൽ ക്ലിക്ക് ചെയ്യുമ്പോ അതിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. അതില് ക്വസ്റ്റ്യൻ പേപ്പർ 1, 2, 3, 4, 5 വരെ വന്ന് കിടക്കുന്നുണ്ട് ഇപ്പോ. ശരി ശരി, പിന്നെ റെക്കോർഡ് ക്ലാസ് എല്ലാം അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കാം, ഞാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.
ടീച്ചർ വന്നു, മാം വന്നു, മാം. മിസ്സിന്റെ മൈക്ക് ഓക്കെ, എല്ലാവരും വായിച്ചോ? Yes, ma'am. വായിച്ചു. Yes, ma'am. വായിച്ചു. അങ്ങോട്ട് വായിച്ചു. ഈ 3 ഡിസീസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ട്. Yes, ma'am. കുറച്ചു നേരം കാണാൻ വയ്യായിരുന്നു മാം. കാണാൻ വയ്യേ? യെസ് മാം, കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, പറഞ്ഞേ, എന്താ ടെക്നിക്സ്? മാം എക്കോ വരുന്നുണ്ട്. റുബി, എല്ലാവരും മ്യൂട്ട് ചെയ്യട്ടോ, മ്യൂട്ട് ചെയ്യും. സ്ക്രീൻ വന്നിട്ടില്ല മാം. ഹലോ, സ്ക്രീൻ ഉണ്ടല്ലോ. സ്ക്രീൻ ഉണ്ടല്ലോ, സ്ക്രീൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ ശരിയായി. ഓക്കെ, പറഞ്ഞേ, അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. ഡിഫ്തീരിയ, ടെറ്റനസ്, മൂന്നിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞേ ആരെങ്കിലും. മാം ഞാൻ പറയട്ടെ. പറഞ്ഞു. ആരാ പറയുന്നേ? രമ്യ. പറഞ്ഞു. ഡിഫ്തീരിയക്ക് നല്ല പനി ഉണ്ടായിരിക്കും. ത്രോട്ടിലൊക്കെ ഒരു സെഡിമെന്റ് പോലുള്ള മെമ്പറൈൻ ഡെവലപ്പ് ചെയ്യില്ലേ. ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരിക്കും നന്നായിട്ട്. നല്ല തൊണ്ടവേദന ഉണ്ടായിരിക്കും. അതല്ലേ മാം? ശരിയാണ്. ഓക്കെ, ഏകദേശം വന്നിട്ടുണ്ട്. ഏകദേശം കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വില്ലൻ ചുമയല്ലേ മാം? ഇല്ല മാം, എന്താ? വില്ലൻ ചുമയല്ലേ? രമ്യ പറഞ്ഞു. രമ്യ കണ്ടിന്യൂ ചെയ്തോ. പെർട്ടൂസിസ് എന്ന് പറയുന്നത് വില്ലൻ ചുമയല്ലേ. ഇത് 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോ എന്താ പറയാ, നല്ല ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ കുട്ടികളെ എന്താ പറയാ, ഐസൊലേറ്റ് ആക്കി വെക്കണം, മറ്റുള്ള കുട്ടികൾക്ക് പകരാതിരിക്കാൻ. അങ്ങനെ. പിന്നെ ടെറ്റനസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് എന്താ പറയാ, മസിൽസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിൽ ക്യാച്ചിങ് ഒക്കെ വരും. പിന്നെ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതിനല്ലേ ടിടിയുടെ ഇഞ്ചക്ഷനൊക്കെ എടുക്കണത്, പോയ്സൺ ആവാതിരിക്കാൻ. ടെറ്റനസ് ആണോ മിസ്റ്റർ ഈ മുണ്ടിനീര്? ലോക്ക് ജോ അല്ല അല്ലല്ലേ? അല്ല കേട്ടാ, മുണ്ടുനീര് വേറെയാണ്, ടെറ്റനസ് വേറെയാണ്. അറിയുള്ളൂ. പിന്നെ അറിയാവുന്നവര് പറയണം കേട്ടോ, നിങ്ങൾക്കും കൂടി പറയാനുള്ളതാണ് ക്ലാസ് റൂം. അവസ്ഥയാണ് താടിയിലെ മാംസപേശികളൊക്കെ കുറുക്കി പിടിക്കുമ്പോഴുള്ള അവസ്ഥയാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. പിന്നെ മുറിവുകളിൽ കൂടി വന്ന ഇൻഫെക്ഷനെ അല്ലേ ടെറ്റനസ് എന്ന് പറയുന്നത്? മുറിവുകളിൽ കൂടിയാണ് ടെറ്റനസ് വരുന്നത്. ഇത്രയുള്ളോ? മാം, പെർട്ടൂസിസ് എന്ന് പറയുന്ന വില്ലൻ ചുമയല്ലേ? വില്ലൻ ചുമയാണ് പെർട്ടൂസിസ്. കൂപ്പിംഗ് കഫ് എന്ന് വെച്ചാൽ വില്ലൻ ചുമ. അത് ചെറിയ കുട്ടികളിലൊക്കെ 2 ആഴ്ച കൂടുതലുള്ള ചുമ, പിന്നെ ഛർദി, വയറ്റിളക്കം, അങ്ങനെയുള്ള ഇതായിട്ടാണ് കാണപ്പെടുന്നത് വില്ലൻ ചുമ എന്ന് പറയുന്നത്. കൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത്. അതെ. ഈ ടെറ്റനസിന് ഇങ്ങനെ ഇഞ്ചുറി ആവുമ്പോ കൂടുതലായിട്ടും കെയർ കൊടുക്കണ്ട. ഓക്കെ മാം, ഡിഫ്തീരിയ ഒരു പടരുന്ന അസുഖമല്ലേ? പടരുന്ന ഡിഫ്തീരിയ. അത് ബാക്ടീരിയ വില്ലൻ ചുമ പകരൂല. പിന്നെ വില്ലൻ ചുമ പകരൂലല്ലോ. വില്ലൻ ചുമ അത് ചുമച്ച് ഇങ്ങനെ ഒന്നും വരാതെ കൊറേ പ്രാവശ്യം ചുമച്ചു, തല ഇങ്ങനെ താഴത്തേക്ക് പിടിച്ചു, അത്രക്ക് ചുമച്ചുകൊണ്ടിരിക്കും ഈ വില്ലൻ ചുമ. കൊറേ 2 ആഴ്ച വരെ അങ്ങനെ നീണ്ടു പോകും. പിന്നെ ഇഞ്ചക്ഷനൊക്കെ വെച്ച്
ഹോസ്പിറ്റലിൽ പോയിട്ട് മാറുള്ളൂ. സാധാ കുറെ പോലെ അങ്ങനെ ചുമച്ചും കൊണ്ട് മാറൂല. ഭയങ്കര ബുദ്ധിമുട്ടാണ് വില്ലൻ ചുമ. അത് കുട്ടിക്ക് മോനക്ക് ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് 3 മാസത്തോളം ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് ഫുള്ള് പോയത്. പിന്നെ ഉണ്ടായിട്ടില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട് വില്ലൻ ചുമക്ക്. പകരില്ല, അത് അസുഖം പകരില്ല. വന്ന ആള് കുറെ ബുദ്ധിമുട്ടുണ്ടാവും അതിന്. മറ്റുള്ളവർക്ക് അങ്ങനെ പകരില്ല. മോനാണോ വന്നത്? ആർക്കാ വന്നേ? മോനുണ്ടായിരുന്നു. മോന് 1.5-2 വയസ്സില്. 2 വയസ്സിലല്ലേ? ഹോസ്പിറ്റലിൽ പോയിട്ട് 15 ദിവസം കടന്ന് ഇഞ്ചക്ഷൻ ഒക്കെ വെച്ചിട്ടാണ് മാറിയത്. മാറിയതല്ലേ? പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടില്ല. ഇല്ല. ഓക്കെ. ഇത് നമ്മുടെ റെസിപ്പിറേറ്ററി സിസ്റ്റത്തിനെ അല്ലേ ബാധിക്കുന്ന ഡിഫ്തീരിയ? അതെ. ഓക്കെ. അപ്പൊ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഏകദേശം ഒരു നോളജ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങള് ആദ്യം പറയാൻ പോകുന്നത് ഡിഫ്തീരിയയെ കുറിച്ച് മാത്രമാണ് കേട്ടോ. ഡിഫ്തീരിയയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് പറയും? പെർട്ടൂസിസിനെ കുറിച്ച് പറയും. പിന്നെ ടെറ്റനസിലേക്ക് കിടക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഡിഫ്തീരിയ നോക്കാം എന്താണെന്ന്. ഓക്കെ മാം. ഓക്കെ. ഈ ഡിഫ്തീരിയ എന്ന് പറഞ്ഞാലേ മനുഷ്യന്റെ, അതായത് ഒരു ഹ്യൂമൻ ബോഡിയില് ആളുടെ തൊണ്ടയിലെയും അതുപോലെ തന്നെ മൂക്കിലെയും ശ്ലേഷ്മ ചർമ്മമുണ്ട്. ഓക്കെ. അതായത് നമ്മുടെ തൊണ്ട അതുപോലെ തന്നെ മൂക്ക്, ഇതിന്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ മൃദുവായിട്ടുള്ള ചർമ്മമാണ് കാണപ്പെടുന്നത്. നിങ്ങളൊന്ന് കണ്ണാടി നോക്കിയാൽ അറിയാൻ പറ്റും. തൊണ്ടയുടെ ഉള്ളിൽ പരിശോധിച്ചാല് അല്ലെങ്കിൽ മൂക്കിന്റെ ഉള്ളിലൊക്കെ നോക്കിയാല് എന്താ പറയാ, സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാ ഉള്ളത്. ഓക്കെ. അപ്പൊ അതിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. എന്താ പറയാ, തൊണ്ടയിലെയും അതുപോലെ തന്നെ മൂക്കിലെയും ശ്ലേഷ്മ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഡിഫ്തീരിയ. ഓക്കെ. പിന്നെ വളരെയധികം എന്താ പറയാ, സാംക്രമിക ശേഷിയുള്ള ഒരു രോഗമാണെങ്കിലും സമയാസമയങ്ങളിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് മീൻസ് വാക്സിനേഷൻ കൊണ്ട് ഈ രോഗത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ പറ്റും. അതായത് ഇതിന്റെ സ്പ്രെഡ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? പകരും ആളുകളിലേക്ക്. പക്ഷെ വാക്സിനേഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ രോഗത്തെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? തടയാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി ഒരു 1613, അതായത് 1613 സ്പെയിനിലാണ് ആദ്യമായിട്ട് കേട്ടോ, സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്താണ് അണുബാധ കാരണം ശ്വാസതടസ്സം വന്ന് രാജ്യത്തെ 80% കുട്ടികള് മരണപ്പെട്ടു. ഹലോ, ഏത് നാടെന്നാ പറഞ്ഞ മാം? എന്താ മോളെ? ഒന്നുകൂടി പറയോ? രാജ്യത്തിന്റെ പേര് പറയൂ. രാജ്യത്തിന്റെ പേര് സ്പെയിൻ കേട്ടോ. ഞാനൊന്ന് കമന്റ് ചെയ്യാം ഇവിടെ. ഇയറും കൂടി മാം. സ്പെല്ലിംഗ് ഒന്ന് പറയുമോ? ഇപ്പൊ പറയാം. റിജോ വന്നേ. എനിക്കൊന്ന് മറ്റേ സാധനം പോയി, കമന്റ് ഇടണം. ടൈപ്പ് ചെയ്യണം. സ്ക്രീൻ പോയി, കാണുന്നില്ല. പോയോ? ഹലോ മാം, ഒരു കാര്യം പറഞ്ഞോട്ടെ. ചില മലയാളത്തിൽ ഇപ്പൊ പറഞ്ഞ കട്ടിയുള്ള വാക്കുകൾ പോലത്തെ അതൊന്നും ഇംഗ്ലീഷ് പറഞ്ഞാൽ നല്ലതായിരുന്നു. സംഭവം അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല എന്താ അത് ഉദ്ദേശിച്ചെന്നുള്ളത്. എന്താ? ഒരു മിനിറ്റ്. മാം ഇപ്പൊ എന്തോ കുറച്ച് കട്ടിയുള്ള വാക്കുകളും അല്ല, അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ പറഞ്ഞായിരുന്നു. സോഫ്റ്റ് സ്കിൻ ഓക്കെ, വേറെ എന്തോ പറഞ്ഞായിരുന്നു. അത് അങ്ങ് മനസ്സിലായില്ല അല്ലേ?
ശ്ലേഷ്മ ചർമ്മം ഇംഗ്ലീഷ് എന്താ അതിന്റെ correct? എനിക്ക് കറക്റ്റ് അറിയില്ല. മ്യൂക്കസ് മെംബ്രെയിൻ ആണ് മാം. മ്യൂക്കസ് മെംബ്രെയിൻ അല്ലേ? ഓക്കെ ഓക്കെ, അതെ നോക്കിയേ. പേര് ഞാൻ ടൈപ്പ് ക്ലിയർ ആവുന്നില്ല മാം. ക്ലിയർ ആവുന്നില്ലേ? എക്കോ വരുന്നുണ്ട്. എല്ലാവരും നോക്കിയ സ്പെയിൻ കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്യും. മ്യൂട്ട് ചെയ്യും എല്ലാവരും. മാം ഇയർ ഒന്ന് പറയാം. ഇയർ 1613, 1613. ഓക്കെ, 1613. അവിടെ എന്താ മാം ശ്ലേഷ്മ ചർമ്മത്തിന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് എന്തായിരുന്നു? നോക്കസ് മെംബ്രെയിൻ. നോക്കസ്. അതിന്റെ സ്പെല്ലിങ്ങും കൂടെ ഒന്ന് പറയോ മോളെ, സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. MU കേൾക്കുന്നില്ല ആർക്കും? കേൾക്കാൻ വയ്യ. കേൾക്കാൻ വയ്യേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? അതായത് സ്പെയിനില് ഇങ്ങനെ ഒരു തൊണ്ടയിൽ ഒരു അണുബാധ കാരണം സ്പെയിനിലെ 80% കുട്ടികൾ എന്ത് പറ്റി? കുട്ടികള് മരണപ്പെട്ടു. ഓക്കെ, ആ മരണപ്പെട്ടതോടു കൂടിയാണ് ഈ രോഗം എന്ത് ചെയ്യാൻ തുടങ്ങിയത്? പോപ്പുലർ ആയത്. ഓക്കെ, അതായത് ജനശ്രദ്ധ ആകർഷിച്ചത്, മറ്റുള്ളവരിലേക്ക് ഇതൊരു അവയർനെസ് വരാൻ കാരണം ഈ രോഗം സ്പെയിനില് ഈ ഒരു ഇയറില് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. കാരണം കുട്ടികൾ, അതായത് അവിടെയുള്ള 80%-ലധികം കുട്ടികള് ഈ രോഗം മൂലം എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഓക്കെ, അങ്ങനെയാണ് ഈ രോഗം എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്തൊരു ഇയർ ആണ് പറയാൻ പോകുന്നത്. ഇയർ 1826 കേട്ടോ. 1826. 1826. 1826. ഓക്കെ, ഈ ഒരു ഇയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഒരു രോഗത്തിന് ഡിഫ്തീരിയ എന്ന പേര് വന്നത് ഈ ഒരു ഇയറിലാണ്. ഓക്കെ, ഡിഫ്തീരിയ എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ടല്ലോ, ആ ഒരു പേര് വന്നത് 1826-ലാണ്. അതിട്ടത് ഒരു ഡോക്ടറാണ്. ഡിഫ്തീരിയ എന്ന് പറയുന്ന ആ ഒരു രോഗത്തിന് ആ പേരിട്ടത് ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറിന്റെ പേര് നിങ്ങളൊന്ന് എഴുതി വെക്കണം. ഡോക്ടറിന്റെ പേര് പിയറി ബ്രെട്ടോണി കേട്ടോ. ഓക്കെ, പിയറി മെസ്സേജിൽ ഇടുവോ? അത് കമന്റിൽ ഒന്ന് നെയിം ഇടാമോ? ഇട്ടിട്ടുണ്ട് കേട്ടോ. പിയറി ബ്രെട്ടോണി അദ്ദേഹമാണ് എന്ത് ചെയ്തേ? ഈ രോഗത്തിന് ഡിഫ്തീരിയ എന്ന് പേരിട്ടത്. ഓക്കെ, നോട്ട് ചെയ്തോ എല്ലാവരും? ആ, ഓക്കെ. ഈ ഒരു ഡിഫ്തീരിയ എന്ന് പറഞ്ഞ ഒരു പേര് എന്താണ്? റയർ ആയിട്ടുള്ള പേരാണ് അല്ലെ? അങ്ങനെ ഒരു പേര് ഇടാൻ കാരണം, ഓക്കെ, ഇടാനായിട്ട് ഒരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത്
നമ്മള് തൊണ്ടയുടെ ഉള്ളില്, അതായത് വാ തുറന്ന് നോക്കുമ്പോൾ വെള്ള കളറിലുള്ള ഒരു പാട പോലെ കാണപ്പെടും. ഡിഫ്തീരിയ രോഗികളെ നമ്മൾ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, വാ തുറക്കുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ ഉള്ളിലായിട്ട് എന്ത് കാണപ്പെടും? ഓക്കെ, അതായത് വാ തുറന്നാൽ ഏറ്റവും ഉള്ളിലായിട്ട് ഒരു നമ്മുടെ ഈ പാലൊക്കെ ഉണ്ടല്ലോ, തിളപ്പിച്ച പാല് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ മുകളിൽ പാട കിട്ടൂലേ? ആ പാട പോലെ വായുടെ ഉള്ളില് കാണപ്പെടും. അതുകൊണ്ടാണ് ആ പാട പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് അതിന് എന്ത് പേരിട്ടത് അവര്? ഡിഫ്തീരിയ എന്ന പേരിട്ടത്. ക്ലിയർ ആണോ? മാം ഇത് എടുക്കുന്നത് കുറച്ച് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. നമുക്ക് എക്സാമിന് ഇംഗ്ലീഷിലല്ലേ വരുന്നത്. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ നമ്മൾ ആ ടൈമിൽ ആലോചിച്ച് മലയാളം എഴുതാൻ പറ്റില്ലല്ലോ. അതായത് ഓക്കെ, അത് പറയുന്നത് മനസ്സിലായത്. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയാൽ മതി. ഈ ഒരു സംഭവം നിങ്ങളുടെ PDF കൊടുത്തിട്ടില്ല. ഓക്കെ, അതായത് ആ ഇമ്മ്യൂണൈസേഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിന്റെ എന്താ പറയാ എക്സ്ട്രാ പോയിന്റുകളാണ് ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് തയ്യാറാക്കാനില്ലേ? റെഡിയാക്കാനില്ലേ? പിന്നെ ഗൂഗിൾ ചെയ്താൽ നോട്ട്സ് ഉണ്ടാവില്ലേ? ഗൂഗിളിലെ നോട്ട്സും ഞാൻ പറയുന്ന നോട്ട്സും കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് കേട്ടോ. ലെക്ചർ നോട്ട് പ്രിപ്പയർ മാം, ഈ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന നേരം മലയാളത്തിൽ പറയുന്നതും ചില ഇത് നമുക്ക് ഇപ്പൊ വൈറ്റ് പാടാന്ന് പറഞ്ഞില്ലേ നാവിലുണ്ടാകുന്ന, അപ്പൊ അതിന്റെ എക്സാക്ട് നെയിം ഒന്നും അറിയാത്തത് കൊണ്ട് അത് എഴുതാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ എഴുതുന്നത് കൊണ്ട് അപ്പൊ ആ പേര് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ വേണ്ടി പറ്റുമായിരുന്നു. അതും കൂടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞതുകൊണ്ട് ഇതിന്റെ നോട്ട്സ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം. ഇംഗ്ലീഷ് നോട്ട്സ് അത് മതിയോ? അത് മതിയല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ നോട്ടും അതുപോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന നോട്ടും കൂടി എന്ത് ചെയ്യണം? ഫുള്ളൊന്ന് നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് അതിന് നിങ്ങൾ പ്രത്യേക നോട്ട്സ് തയ്യാറാക്കണം. മനസ്സിലായോ? പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട എങ്ങനെ ഉണ്ടോ മിസ്സേ? അത് പറയാട്ടോ എങ്ങനെയാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് പറയും നിങ്ങളോട് സബ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് പറയും. ഓക്കെ മിസ്, ഒരു സംശയം ചോദിച്ചോട്ടെ മിസ്? അതായത് ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ് ഇതൊക്കെ നേരത്തെ പോർഷൻ മിസ് കവർ ചെയ്ത് കഴിഞ്ഞത് കാരണം നമ്മൾ ഓൾറെഡി ഇതിന്റെ നോട്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? ഇല്ല, വേണ്ട വേണ്ട. നിങ്ങൾ ചെയ്തവരാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കമ്പൈൻ ചെയ്തതല്ലേ ഇതിനകത്തോട്ട്. അതെ അതെ അതെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെയ്യാത്തത് ചെയ്താൽ മതി. താങ്ക് യു. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമ്മള് ഏത് ഇയർ ആയി ഇപ്പൊ എഴുതിയത്? 1826. നെക്സ്റ്റ് വരുന്നത് 1884 ആണ് കേട്ടോ. 1884. എന്തായിരിക്കും ഈ ഒരു ഇയറിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വാക്സിനേഷൻ എന്തായിരിക്കും? അവന്റെ കോസീവ് വൈറസിനെ കണ്ടെത്തി. 2 പേരാണ് കേട്ടോ. 2 പേരുണ്ട്. ആ പേരുകളൊന്ന് എഴുതിയെടുക്ക. ഞാനൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. രണ്ടു പേരും സയന്റിസ്റ്റ് ആണ്. ഓക്കെ, 2 പേരുടെ പേരുകൾ ഞാൻ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എഡ്വിൻ
എഡ്വിൻ ക്ലബ്സ് ആൻഡ് ഫെഡറിക് ലോഫ്ലോർ. രണ്ടുപേരും ആരാണ്? സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, പോയി അതൊന്നുകൂടെ പറയാമോ? പോയോ? പോയി മാം. കാണുന്നില്ലേ നിങ്ങക്ക്? ഇല്ല. കാണാൻ പറ്റുന്നുണ്ട് മാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. മെസ്സേജിലുണ്ട്. അവർ ഈ വന്ന് പോകുന്നതായിരിക്കും ശ്രദ്ധിക്കുന്നത്. മെസ്സേജിലുണ്ട്. മെസ്സേജ് ഞാനിപ്പോ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. എഡ്വിൻ ക്ലബ്സ്, എഡ്വിൻ, ഓക്കെ, ആൻഡ് ഫെഡറിക് ലോഫ്ലോർ. എഡ്വിൻ ക്ലബ്സ് ആൻഡ് ഫെഡറിക് ലോഫ്ലോർ. ഈ രണ്ട് സയന്റിസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നേ? ഈ രോഗത്തിന് കാരണക്കാരായിട്ടുള്ള രോഗാണുവിനെയും ഈ രോഗം മാരകമാകാൻ അത് പുറപ്പെടുവിക്കുന്ന എക്സോടോസിൻ എന്ന വിഷസമാനമായിട്ടുള്ള വസ്തുവിനെയും കണ്ടെത്തിയത്. ഓക്കെ, അപ്പോ ഇവരെന്താ ചെയ്തേ? ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിന് കാരണക്കാരനായിട്ടുള്ള രോഗാണുവിനെ കണ്ടെത്തി. അതുകൂടാതെ എന്താണ്, ഈ രോഗം മനുഷ്യരിൽ വന്നു കഴിഞ്ഞാല് അത് മാരകമാകുന്നത് രോഗാണു ഉള്ളിൽ പ്രവേശിച്ച് ആ രോഗാണു എന്തുൽപാദിപ്പിക്കും? എക്സോടോസിൻ എന്ന മാരകമായിട്ടുള്ള വിഷാംശം, അതായത് പോയ്സണിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉൽപാദിപ്പിക്കും. അത് കണ്ടെത്തിയത് ആരാ? ഈ രണ്ടു പേര് ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോ രോഗാണുവിനെ കണ്ടെത്തി. ഒന്നോടെ പറയോ? അതായത് ഈ രണ്ട്, അതായത് ഇപ്പൊ പറഞ്ഞു എഡ്വിൻ ക്ലബ്സ്, ഫെഡറിക് ലോഫ്ലോർ, ഈ രണ്ടു പേര് ചേർന്നിട്ട് ഈ ഡിഫ്തീരിയ രോഗത്തിന് കാരണക്കാരനായിട്ടുള്ള രോഗാണുവിനെയും അത് ഉൽപാദിപ്പിക്കുന്ന വിഷസമാനമായ എക്സോടോസിൻ എന്ന വസ്തുവിനെയും കണ്ടെത്തി. എക്സോടോസിൻ കേട്ടോ. ഓക്കെ മാം ഒന്നുകൂടെ ഒന്ന് പറയൂ. ഒന്നുകൂടി പറയണോ? കേൾക്കുന്നില്ല? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ പറയുന്നേ? സൗണ്ട് ബ്രേക്ക് ആയി. അതായത് റേഞ്ച് കട്ടാവുന്നു മാം. റേഞ്ച് കട്ടാവുന്നല്ലേ? ഓക്കെ ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ. അതായത് ഈ രോഗത്തിന് കാരണക്കാരനായിട്ടുള്ള രോഗാണുവിനെയും അതുപോലെ തന്നെ ഈ രോഗാണു തീവ്രമാകാനായിട്ട് കാരണമാകുന്ന എക്സോടോസിൻ എന്ന വിഷസമാനമായിട്ടുള്ള വസ്തുവിനെയും കണ്ടെത്തിയതാരാ? ഈ രണ്ടു പേര് ചേർന്നിട്ടാണ്. ഓക്കെ, അതാണ് എന്ത് നടന്നേ? 1884 സംഭവിച്ച കാര്യം. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഏത് ഇയർ ആണ്? 1884. 1884. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ ആരെങ്കിലും ഇത്രയും വരെ ഉള്ളതൊന്നും ആര് പറയാം? ആര് പറയാ? ഞാൻ പറയാം മിസ്. പറഞ്ഞോ. ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ തൊണ്ട അല്ലെങ്കിൽ മൂക്കിൽ സോഫ്റ്റ് ലെയർ ആയിട്ടുള്ള മ്യൂക്കസ് മെംബ്രെയിനിൽ ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഡിഫ്തീരിയ. 1613 സ്പെയിനിൽ 18% ചിൽഡ്രൻസ് ആണെങ്കിൽ ഈ രോഗത്താൽ മരണപ്പെട്ടു. 1826 ഈ ഡിഫ്തീരിയ എന്ന നെയിം അവര് കണ്ടുപിടിച്ചു. പൈറി ബെട്രോണി എന്ന് പറയുന്ന ആ ഒരു സയന്റിസ്റ്റ് ആണ് ഈ നെയിം കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഈ ഡിഫ്തീരിയ അഫക്റ്റ് ആയ പേഷ്യന്റിന് വായ തുറക്കുമ്പോഴത്തേക്കും ഒരു വെള്ള ലെയറിലുള്ള പാട പോലെ കാണും. അതുകൊണ്ടാണ് ഡിഫ്തീരിയ എന്ന് പേര് വന്നത്.
1884 രണ്ട് സയന്റിസ്റ്റ് ആ രോഗത്തിനുണ്ടാകാൻ ഇടയായ ആ വൈറസിനെയും എക്സോടോക്സിൻ എന്ന പോയിസനെയും കണ്ടുപിടിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ക്ലിയർ ആണ്? ഓക്കെ. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും റോൾ പ്ലേയോ ആക്ഷൻ സോങ്ങോ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? അഞ്ജിത ആരാ റെഡി ആയിട്ട് വന്നേക്കണേ? റോൾ പ്ലേ ഓർ ആക്ഷൻ സോങ്. ആരാ? കഴിഞ്ഞ ക്ലാസ്സിൽ 4 പേരോട് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാ അവര്? ഒന്ന് പറഞ്ഞേ. മെറിൻ, സിജി സാമുവലാണോ? മെറിൻ, ഐശ്വര്യ അല്ല മാം, മെറിൻ, ഐശ്വര്യ അല്ല, അങ്ങനെ 2, പിന്നെ കവിത, അങ്ങനെ 3-4 പേര് പറഞ്ഞിട്ടുണ്ട്. കവിതയൊക്കെ ഉണ്ട് ഇവിടെ. കവിതയൊക്കെ ഉണ്ടോ? ആരെങ്കിലും ഒരാള് ചെയ്യണം കേട്ടോ 2 കാര്യങ്ങളും. ആരെങ്കിലും 2 പേര് മുമ്പോട്ട് വായോ. മാം ഞാൻ ചെയ്യട്ടെ? ഏതാ ചെയ്യുന്നേ? ആക്ഷൻ സോങ്. ഞാൻ ചെയ്യാം. ചെയ്തോളൂ ജിൻസി. ഗുഡ് ഈവനിങ്. Let's start. Roly poly, head, head. Roly poly, eyes. Roly poly, nose. Roly poly, ear. Roly poly, mouth. Roly poly, hands. Roly poly, legs. Thank you, miss. വെരി ഗുഡ് ജിൻസി, വെരി ഗുഡ്. മാം ഞാൻ ചെയ്യട്ടെ? ചെയ്തോ. ചെയ്തോളൂ കേട്ടോ. മ്യൂട്ടാണ്. ഓൺ ചെയ്തിട്ട് ചെയ്തോളൂ. മ്യൂട്ടോ? നിങ്ങൾ മ്യൂട്ടാണ്. ഹരിത അല്ലേ? അല്ല മാം. ഹരിത ചെയ്തോ. ഹരിത പിന്നെ മ്യൂട്ടായി. സമയം പോകുന്നു, വേഗം ചെയ്യട്ടോ. ആരെങ്കിലും വേറൊരാള് ചെയ്യണം. ചെയ്തോളൂ. I am so happy, oh so happy. Sing with me, clap your hands and stamp your feet. Sing in your hands, dance everybody and sing with me. Na 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 na. I am so happy, oh so happy. Sing with me, jump around. Touch on the sky, touch the ground. So
Na 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 na. I am so happy. I'm so happy. Sing with me. Clap, clap, clap. Clap your hands. Stamp, stamp your feet. Sing, sing, sing. Sing you are with me. Jump, jump, jump around. Touch the sky and touch the ground. Na 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 na. I am so happy. So happy. Sing with me. Thank you, madam. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. രണ്ടുപേരും ചെയ്തവര് നന്നായിരുന്നു, നന്നായിട്ട് ചെയ്തു. മാം ഞാനും ഇത് തന്നെ പ്രിപ്പയർ ചെയ്തത്. എന്താ? ഞാനും പ്രിപ്പയർ ചെയ്തേന്ന്. ആ, ഇനി ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? എന്താ എന്താ ക്ലിയർ ആവുന്നില്ല കേട്ടോ. മാം നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു, ഇപ്പൊ ഓക്കെ തോന്നുന്നുണ്ട്. ഒന്ന് ചെയ്തോളൂ. Clap your hands, listen to the music and clap your hands. Stamp your feet, listen to the music and stamp your feet. Turn around, listen to the music and turn around. Jump up high, listen to the music and jump up high. Thank you. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ആരെ ചെയ്യാം? പ്രെയർ ഒരാള്, ആക്ഷൻ സോങ്, റോൾ പ്ലേ. നിങ്ങൾ ഞാൻ ചെല്ലാം മാം. ശില്പ? അതെ മാം. ശില്പ പ്രെയർ, പിന്നെ ആക്ഷൻ സോങ് ആരാ ചെയ്യുന്നേ? ഞാൻ ചെയ്യാം ആക്ഷൻ സോങ് അടുത്ത പ്രാവശ്യം. മാം ആക്ഷൻ സോങ് വേണം ഞാൻ ചെയ്യാം. കാർത്തികയാണോ ചെയ്യുന്നേ? ആക്ഷൻ സോങ്. പിന്നെ റോൾ പ്ലേയോ? മിസ്റ്റർ റോൾ പ്ലേ എങ്ങനെയാ ചെയ്യാന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയുമോ? എന്താ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരു തീം എന്തെങ്കിലും ഒരു സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള തീം ചെയ്താൽ മതി. തീം ചെയ്താൽ മതി റോൾ പ്ലേ കേട്ടോ. നമ്മൾ അഭിനയിച്ച് കാണിക്കണോ അപ്പൊ ആ തീമിനെ? ആ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ആ ഒരു സൊസൈറ്റി റിലേറ്റഡ് ആയിരിക്കണം എന്ന് മാത്രം. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ? ആ, മതി, എന്തായാലും മതി. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ മാഡം റോൾ പ്ലേ ചെയ്യേണ്ടത്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. അപ്പൊ രണ്ടുപേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണോ ചെയ്യേണ്ടത്? അതെ. സെൽഫായിട്ട് ചെയ്യാലോ? മാം ഞാൻ പറയുന്ന കേക്കാവോ? ആ, അലീന പറയുന്ന കേക്കാവോ? പറഞ്ഞോ. ഞാൻ മറ്റേ ഫസ്റ്റ് ബാച്ച് ആയിരുന്നപ്പോ റോൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രഗിന്റെ ആയിരുന്നു, ഡ്രഗ് അബ്യൂസിന്റെ ആയിരുന്നു. മോളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ, എങ്ങനെയാണത് ചെയ്തതെന്ന് അവർക്കൊന്ന് ചെയ്തു പറഞ്ഞു കൊടുത്തേ. ഒന്ന് കാണിച്ചു കൊടുക്കാമോ? എഴുതിയതാണോ കാണിക്കണ്ടേ? എന്താ എഴുതിയത് കാണിച്ചാ മതിയോ? അല്ല, മോളൊന്ന് പ്രസന്റ് ചെയ്തെന്ന്. അത് വായിച്ചാ മതിയോ മാഡം? ആ, മതി. ഓക്കെ, അലീന ഇപ്പൊ നിങ്ങൾക്ക് പറയൂ കേട്ടോ എങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ, തുടങ്ങിക്കോ കേട്ടോ. കേക്കാവല്ലോ? യെസ്. Role play is based on drug abuse. Scene 1 പറയുന്നതിന് മുന്നായിട്ട് അതിന് തൊട്ട് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. A small family of a father, mother and their children. Eldest is a girl named Geeta of 8 years and she have a young brother Govind of 6 years. Scene 1 ആണ്. Scene 1
8:30 p.m. The children are doing their studies as usual in their room. Mom was at the kitchen. She is taking dinner for all to the dining table. Unfortunately, the father was came into home. The father, who is an alcoholic, was came into home. He has lot of abnormalities on his appearance. Suddenly, he ran to the kitchen and made a great quarrel with his wife. He came out to dining table and threw all the food items away. Children got frightened and stopped their studies. After a big fight, he sat down and sleep. All of them do not have dinner and sleep. This is just like a series that happened in all days. Scene 2. One morning, daytime at school, third period starts. At Geeta's classroom, Geeta is laid down on her desk. Then her friend asks, "Friend, Geeta, why are you looking so gloomy? What happened to you?" Geeta, "Nothing, dear. I just have a small headache." Friend, "Okay, then you will take rest. Do you want any tablets?" Geeta, "Oh, I would nice to be have it." Friend, "Okay then, you stay here. I will bring it from the sick room." Geeta again, she rested his head on the bench. After a few minutes, Geeta's friend came back to classroom fastly and called her to the sick room. On the way to the sick room, Geeta, "Where is my tablet?" Friend, "Geeta, you just wandered by the health faculty." When she enters into the sick room, she got surprised that her little brother is lying on bed having his first. Scene 3 എന്ന് പറയുന്ന ഗീത സിക്ക് റൂമാണ്, സ്കൂളിലെ സിക്ക് റൂമാണ്. ഇത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല, പറഞ്ഞോ. Scene 3, Geeta ran to him. Scene 3, sick room at school. Geeta enters to the sick room. Geeta suddenly saw his brother is laid down on the bed. Geeta ran to him and cries, "Geeta, Govind, health teacher. Don't be afraid, Geeta. He is unconscious." Geeta, "What happened to my brother?" His teacher, "He just fell down unconsciously on ground during PT period." Health faculty, "He has a bad health condition. He is too tired and anemic." Geeta, "Ma'am, he is very tired from yesterday. We can't eat anything for the whole days." Health faculty, "Why?" Geeta, "Our mom got ill. She is at bed for 2 days. She can't make any food for us or to her own. I will make some rice and we will eat that all day." Health faculty, What's the matter? Where is your father?" Geeta, she do not give any reply. Stays silence. Health faculty, "What's the real problem?" After some time, Govind wake up. After he got better treatment, both of them told the whole story in front of their principal and teachers. On that evening, the teachers went to their home with children. Scene 4 is at Geeta's home. So the principal and teachers saw their mother's condition. Teacher called their father and asked about all the wrongs happened from his side. They told all things that happened such a day. Finally, he understood all the sins made by him. He hugged the kids and cried aloud and relented himself. At last, he decided for a new life from the very next day. മനസ്സിലായോ? ഓക്കെ താങ്ക് യു കേട്ടോ. എല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുന്നു. അലീന മുമ്പ് പ്രസന്റ് ചെയ്ത ഒരു റോൾ പ്ലേ ആണ് കേട്ടോ അത്. അപ്പൊ ഈ ഒരു മോഡലിലാണ് എന്ത് ചെയ്യണ്ടേ, ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. തീം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. അപ്പൊ ആരാ ചെയ്യുന്നേ?
റോൾ പ്ലേ. ലിമ പൗലോച്ചൻ. ഇല്ല, സോറി, ലിനു ചെയ്യാമോ? ഞാൻ പേര് എഴുതാണ് കേട്ടോ അവിടെ. അയ്യോ മാം, ഞാൻ പേരല്ല. ആദ്യം ഞാൻ പറയട്ടെ, ഇത്രയും വലിയ കണ്ടന്റ് വേണ്ട, ചെറുത് മതി, ഷോർട്ട്. ഓക്കെ. അപ്പൊ സമയം പോയി, 9 മണി കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താ പറയാ, നെക്സ്റ്റ് വെനസ്ഡേ കേട്ടോ കാണാം. ഈ ഒരു ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുത്തത്. ഡിഫ്തീരിയ തീർക്കാനുണ്ട്, ടെറ്റനസ്, അതുപോലെ തന്നെ പട്ടുസിസ്. ഓക്കെ, ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. Thank you, ma'am. Thank you, ma'am. Okay, ma'am. Good night. Good night. Thank you, ma'am. Thank you, ma'am.